ഈ സനാതനധർമ്മം ഈ ചോദ്യം ചെയ്യപ്പെടുന്നതല്ല ഇടതുപക്ഷത്തിന്റെ ആൾക്കാരാണ്. ഓരോ കാലഘട്ടത്തിൽ ഓരോ അവതാരങ്ങളുണ്ട്. ഇത് പിണറായി ഭഗവാന്റെ കാലഘട്ടമാണ്. അഹല്യയില് രാമൻ വന്ന് കാല് വയ്ക്കുന്ന അന്നേ പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? അതെ. ഇതുപോലെ പിണറായി ഭഗവാൻ കേരളം ഭരിക്കുമെന്ന് നേരത്തെ തീരുമാനിച്ചിരിക്കുന്നു. ഇത്രയും നല്ല മലയാളി സമൂഹത്തെ ഇതിലും നല്ല ശ്രേഷ്ഠമായ ഏത് ഭരണാധികാരിയാണ് കിട്ടുന്നത്? ഇന്ത്യയിൽ എപ്പോഴാണ് വരുന്നതെന്ന് ചോദിക്കുക. ഇന്ത്യയിൽ എപ്പോൾ വേണമെങ്കിലും വരും. മലയാളി എവിടെയെങ്കിലും കേട്ടാൽ ഉടനെ എടുത്തുകൊണ്ട് വരും. ഇവിടെ ശവമാന്തി ഉണ്ടായിരുന്നോ? ഇല്ല. കുഴിതോണ്ടി ഉണ്ടായിരുന്നോ? മെഡിറ്റേഷൻ ചെയ്ത് ഭ്രാന്തായവരുടെ ഒരു 1000 കൂടുതൽ ആൾക്കാരുടെ ലിസ്റ്റ് ഞാനങ്ങ് തരാം. അവിടെ BJP സർക്കാർ അല്ല BJPയുടെ ആളുകൾ അവർക്ക് ബീഫ് വിളമ്പി കൊടുത്തുകൊണ്ട് അവരെ വോട്ട് സ്വാധീനിക്കുന്നു എന്ന് പറഞ്ഞ് കോൺഗ്രസ് ഇളക്കി വിട്ടു. പക്ഷേ ഇദ്ദേഹം ഭയങ്കര ബുദ്ധിമാനായിരുന്നു. എന്നാൽ ഒരു കാര്യം ചെയ്യാം, ബീഫ് അങ്ങ് നിരോധിച്ചേക്കാം. നേരത്തെ അമ്പലത്തിൻ്റെ പരിസരത്തൊന്നും കൊണ്ടുവരുന്നൊരു നിരോധനം കൊണ്ടുവന്നു. ഇനി ഈ ബീഫ് കൊണ്ടുവരാനായിട്ട് ഈ കോൺഗ്രസിനും പറ്റില്ല. പറ്റുമോ? ആർക്കും പറ്റില്ല. അല്ല, ഇതെന്താ കാര്യം എന്ന് പറയാം. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ സനാതനധർമ്മത്തിൻ്റെ ഒരു സംസ്കാരത്തിൽ ജീവിക്കുന്ന രാജ്യമായിരുന്നത്. ഇവിടെ വന്നിട്ടുള്ള എല്ലാ മതസ്ഥരും വെളിയിൽ നിന്ന് വന്നതാണ്, അല്ലേ? അതെ. ഇവിടെ ബലി എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ബലി എന്നാൽ അതിന് ത്യാഗം എന്നാണ് അർത്ഥം. ഒരു ജീവിയും കൊല്ലുക എന്നുള്ളതില്ല. അന്യമതസ്ഥർ വന്നപ്പോൾ അവർക്ക് താമസിക്കാൻ സൗകര്യം കൊടുത്തു, ഇവിടുത്തെ പെൺകുട്ടികളെ വിവാഹം ചെയ്തു കൊടുത്തു, അവർക്ക് പള്ളി കൊടുത്തു, എല്ലാ സൗകര്യവും കൊടുത്തു. അവരറുത്ത് കഴിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യം നമ്മൾ അവരോട് ചെയ്യരുതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിന് ബലിയായിട്ട് സമർപ്പിക്കുന്നതാണ്. ഗ്രന്ഥത്തിൻ്റെ സാക്ഷ്യമെടുത്ത് കാണിച്ചും കൊടുക്കും. ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? നീ നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ളതിനെ ത്യജിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ സ്വന്തം കൊച്ചിനെ കൊണ്ടുപോയി ത്യാഗത്തിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ദൈവമല്ല, പ്രകാശമാകുന്ന ദൈവം അവരോട് പറയാണ്, നീ നിൻ്റെ മകനെയല്ല നിൻ്റെ മൃഗത്തെ സമർപ്പിക്കാനാണ് പറഞ്ഞത്. നിൻ്റെ മൃഗത്തെ ബലി കൊടുക്കാൻ. ഇവൻ എന്ത് ചെയ്തു? ഇതാണ് നിൻ്റെ മൃഗം. മുറ്റത്ത് നിൽക്കണം, മൃഗത്തെ അങ്ങ് ബലി കൊടുത്തു. ബുദ്ധിയില്ലാഞ്ഞിട്ടല്ല, തന്ത്രപൂർവം തന്ത്രമാണ്. എന്താണെന്ന് വെച്ചാൽ ഇല്ല, സാക്രിഫൈസിങ് ആർക്കാ പറ്റണേ മാഷേത്? എനിക്ക് ത്യാഗം ചെയ്യാൻ പറ്റുമോ? എനിക്ക് ഇഷ്ടപ്പെട്ടതിന് എങ്ങനെ വേണ്ടാന്ന് വയ്ക്കാൻ പറ്റും? സന്യാസം എന്ന് പറഞ്ഞാൽ ഏതെല്ലാം ത്യാഗം വേണമെന്നറിയോ? ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം. ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ ഏത് പുണ്യാളിനെ കൊണ്ടാണ് പറ്റണത്? ബുദ്ധിമുട്ടാണ്. നിങ്ങൾ എന്നെ ടെസ്റ്റ് ചെയ്യാലോ. എനിക്ക് മൊബൈൽ ഫോൺ ഉണ്ട്, എന്തോരം തരത്തിൽ വേണം ടെസ്റ്റ് ചെയ്യാം, ഇല്ലേ? നിങ്ങൾ ടെസ്റ്റ് ചെയ്യും. എന്നെ പ്രപഞ്ചം ടെസ്റ്റ് ചെയ്ത് പാസ്സായിട്ടാണ് ഈ ബ്രഹ്മജ്ഞാനം കിട്ടിയത്. അപ്പോൾ കള്ളും കഞ്ചാവും കുടിച്ച് തോന്നിവാസം വ്യഭിചരിച്ച് നടക്കുന്ന ഒരുത്തം പറഞ്ഞു വെച്ച് നാളെ വന്നേച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ദൈവമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല, നിങ്ങൾ വിശ്വസിച്ചു. ഇങ്ങനെയൊന്നും ദൈവം ആവാൻ പറ്റില്ല. ഒരാൾ എവിടെയെങ്കിലും പോയിരിക്കുമ്പോൾ ഇടിമിന്നൽ പോലും ഒന്നും ദൈവം മുന്നിൽ വരില്ല. നിങ്ങൾ എത്രയോ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്, നിങ്ങൾ അനേകം ആളുകളെ കാണുന്നുണ്ട്, അനേകം ആളുകളായിട്ട് സംസാരിക്കുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിൽ ഏതെങ്കിലും ഒരു എനർജിയെ നമുക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് എനർജി എളുപ്പത്തിൽ കിട്ടും. പോസിറ്റീവ് എനർജിയെ നമുക്ക് തൊടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശുദ്ധമല്ല എന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്ന മാതിരി അടിക്കും, അടിച്ച് അവിടെ വീഴും. നിങ്ങൾ നോക്ക്, അനേകം ആളുകൾ ഭ്രാന്ത് പിടിച്ച് നടക്കുന്നുണ്ട്. അവർ പറയും ഞാൻ മെഡിറ്റേഷൻ ചെയ്ത് ഭ്രാന്തായതാണ്, ഇല്ലേ? നിങ്ങൾ അന്വേഷിച്ച് വെറുതെ മൈക്ക് എടുത്തുകൊണ്ട് റോട്ടിൽ കൂടെ ഇറങ്ങിയോ, മെഡിറ്റേഷൻ ചെയ്ത് ഭ്രാന്തായവരുടെ ഒരു 1000 കൂടുതൽ ആൾക്കാരുടെ ലിസ്റ്റ് ഞാനങ്ങ് തരാം. എങ്ങനെയാണ് സംഭവിക്കണമെന്നറിയോ? മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ആത്മീയ വഴിയിൽപ്പെട്ടതാണ്. അത് ചെയ്യുന്നവൻ യമനിയമങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ആ വഴിക്ക് കൂടെയൊക്കെ യാത്ര ചെയ്യണം. അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാനും ഈ പറയണത്, മാറ്റമൊന്നുമില്ല. പക്ഷേ അതിൽ പറഞ്ഞിരിക്കണതാണ് ഈ പറയുന്നതെന്ന് മനസ്സിലാക്കണമെന്ന് ഇത്തിരി വിവേക ബുദ്ധി വേണം. വിവേചിച്ച് തിരിച്ചറിയാൻ പറ്റണം. ഇന്നാ സാധനം മനുഷ്യനില്ല. കാരണം പെട്ടെന്ന് ഇങ്ങനെ ഫാസ്റ്റ് ഫോർവേഡിൽ ആ ഓഡിയോ കേൾക്കണതും വീഡിയോ കാണണം. അവന് പിന്നെ എങ്ങനെ വിവേകം ഉണ്ടാവണം? അവന് ഒരു വസ്തുവിനെ പറ്റിയിട്ടും ഡെപ്ത് അറിയില്ല. ഒന്ന് വിവാഹം ചെയ്യും, അവൻ സംതൃപ്തനല്ല, അടുത്തതിൻ്റെ പിന്നാലെ പോകും, 3ാമത് പോകും, 4ാമത് പോകും, 5ാമത് പോകും. എത്ര കിട്ടിയാലും അവന് മതിയാവില്ല. കാരണം എന്താ? അവന് കിട്ടിയത് ആസ്വദിക്കാനും അതിൻ്റെ പവിത്രത മനസ്സിലാക്കാനും അവനറിയില്ല. ഭക്ഷണം വീട്ടിൽ നിന്ന് കഴിച്ചിട്ടിറങ്ങും, കുഴിമന്തി ശവം തോണ്ടി റോട്ടിൽ കൂടെ കിട്ടുന്നത് മുഴുവൻ തിന്ന് കിടക്കുക, എന്നിട്ടും അവന് മതിയാവില്ല. ഇപ്പോൾ പുതിയ ഭക്ഷണം തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്നറിയില്ല. പട്ടിക്കാട്ടം ഭക്ഷണത്തിൻ്റെ ഉള്ളിൽ പൊതിഞ്ഞു കിടക്കൽ. അയ്യോ,
അയ്യോന്നോ? കേട്ടിട്ടില്ല. ഇല്ല. അന്നാ അടുത്ത് നിങ്ങളറിയും, വരും. അത് ഒരു പ്രത്യേക തരം ഭക്ഷണം ഉണ്ടാക്കി പട്ടിക്ക് കൊടുത്തിട്ട് ആ പട്ടിയുടെ കാഷ്ടം, പൂച്ചക്കാഷ്ടം കൊണ്ട് ചായ ഉണ്ടാക്കണ കേട്ടിട്ടില്ലേ? അത് ഏതോ രാജ്യത്ത് ഏതോ രാജ്യത്ത് അതിന് ഭയങ്കര ഡിമാൻഡാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വിരയ്ക്കൊക്കെ ഭയങ്കര ഗുണമാണ്. എനിക്കറിയും. ശവം തിന്നോന് പട്ടിക്കാട്ടം കഴിക്കാൻ വിഷമമുണ്ടോ? തീർച്ചയായിട്ടും. പട്ടിയുടെ ആമാശയം കഴിക്കണത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇന്ത്യയിൽ തന്നെ പട്ടി ഇറച്ചി കഴിക്കുന്നവരുണ്ട്. അങ്ങനെയല്ല. ഇതെങ്ങനെയാന്ന് ചോദിച്ചാൽ പട്ടിക്ക് ഭക്ഷണം കൊടുത്തിട്ട് ആ പട്ടിയെ ഒരു ഏരിയ കൂടിയിട്ട് ഓടിക്കും, ക്ലോസ്ഡ് ആയിട്ടുള്ള. എന്നിട്ട് ആ ഭക്ഷണം അതിൻ്റെ ഉള്ളിൽ എൻസൈംസ് ഒക്കെ വന്ന് അതിനൊരു പ്രത്യേക രീതിയിലാക്കി കഴിയുമ്പോൾ കൊന്നിട്ട് ആ ആമാശയം അങ്ങനെ തന്നെ എടുത്ത് പുഴുങ്ങി അതിനെ പ്രത്യേക രീതിയിൽ പാചകം ചെയ്ത് ടേബിളിൽ കഴിക്കാനായിട്ടിടും. ഇതിവിടെ ഇന്ത്യയിൽ തന്നെയാണോ? ഇന്ത്യയിലല്ല, വിദേശത്തു നിന്നാണല്ലോ എല്ലാം വന്നത്. ഇന്ത്യയിൽ എന്നതാ ഉണ്ടാക്കണത്? ഇന്ത്യയിൽ എപ്പോഴാണ് വരുന്നതെന്ന് ചോദിക്കുക. ഇന്ത്യയിൽ എപ്പോൾ വേണമെങ്കിലും വരും. മലയാളി എവിടെയെങ്കിലും കേട്ടാൽ ഉടനെ എടുത്തുകൊണ്ട് വരും അത്. ഇവിടെ ശവമാന്തി ഉണ്ടായിരുന്നോ? ഇല്ല. കുഴിതോണ്ടി ഉണ്ടായിരുന്നോ? ഒന്നുമില്ല. എന്താ ഇതൊക്കെ വിദേശത്തുനിന്ന് കൊണ്ടുവന്നതാണ്. അവരെന്നിട്ട് ഈ കൊണ്ടുവന്നവര് വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയി കഴിക്കും. അതെ അതെ, അറിയാം. പണ്ട് നമ്മൾ രാവിലെ പോകുമ്പോൾ നല്ല ചൂട് പുട്ടും പയറും പപ്പടവും ഒക്കെ കിട്ടുമായിരുന്നു. ഒരു ആഹാരത്തിനൊക്കെ ഒരു സാത്വിക ഭാവമുണ്ട്. പിന്നെ രാവിലെ ലോറിക്കാർ അവർക്ക് വേണ്ടി ഈ പുട്ടും പയറും പപ്പടമൊക്കെ, അവർ പുട്ടും പയറും പപ്പടവും 5 മണിക്കും 4 മണിക്കും കഴിച്ചിട്ട് പോകുന്നവരുണ്ട്. അവർക്ക് വേണ്ടി കടകൾ രാവിലെ തുറന്നു പോയി. പിന്നെ അത് ഞാൻ വാങ്ങാൻ ഒരുപാട് പോയിട്ടുണ്ട്. ഇപ്പോഴും അത് അന്വേഷിച്ച് നടക്കുകയാണ്. പണ്ടൊരു കമ്പം പൊടി എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു, കഴിച്ചിട്ടുണ്ടോ? എന്താ ടേസ്റ്റ് എന്ന് പറയാം. കമ്പം പൊടിയുടെ ഒരു പുട്ടുണ്ട്. അന്ന് ഈ സ്കൂളിൽ പാൽപ്പൊടിയും കമ്പം പൊടി ഉപ്പുമാവൊക്കെയാണ് കൊടുക്കണേ. പുഴുവൊക്കെ ഉണ്ടെങ്കിൽ അതിനൊരു രുചി ഉണ്ടായിരുന്നു. ആ ഗോതമ്പിൻ്റെ ഉപ്പുമാവ്, ഇതൊക്കെ പാവപ്പെട്ട കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണമായിരുന്നു. ഞാനൊക്കെ എൻ്റെ വീട്ടിൽ നിന്ന് തന്നുകൊണ്ട് നല്ല ഭക്ഷണം മറ്റു കുട്ടികൾക്ക് കൊടുത്തിട്ട് അത് വാങ്ങും. ഞാൻ ഉപ്പാവ് മേടിച്ച് തിന്നാറുണ്ട്. മഞ്ഞ ഉപ്പുമാവല്ലേ? മഞ്ഞ ഉപ്പുമാവ്. അതെ. അപ്പം ഇത് എനിക്ക് ആത്മീയതയുടെ അസ്ഥിത പിടിച്ചിട്ടൊന്നും അറിഞ്ഞില്ല. വേണമെങ്കിൽ എനിക്ക് അങ്ങനെ പറയാം, എൻ്റെ ഉള്ളിൽ ചെറുപ്പത്തിലെ ആത്മീയത ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ നമ്മുടെ പഴയ ഭക്ഷണം എൻ്റെ ഭക്ഷണം ഞാൻ പാവപ്പെട്ടവർക്ക് കൊടുത്തിട്ട് ഞാൻ അന്ന് ഉപ്പുമാവായിരുന്നു കഴിച്ചിരുന്നത് എന്നൊക്കെ വേണമെങ്കിൽ ആലങ്കാരികമായിട്ട് പറയാം. ഇല്ല, എനിക്ക് ഉപ്പുമാവിനോടുള്ള കൊതിയും അതിനോടുള്ള ഇഷ്ടം കൊണ്ട് വീട്ടിൽ നിന്ന് അന്ന് പറഞ്ഞ നല്ല ഭക്ഷണം പാവപ്പെട്ടവന് അവൻ അവിടെ നിന്ന് മേടിക്കാനുള്ള ജാള്യത കൊണ്ട് അവൻ മേടിക്കില്ല. എനിക്ക് തന്നെ ജാള്യതയുള്ളത്, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് എന്തിനോട് താല്പര്യം തോന്നുന്നു പിന്നെ ജാള്യതയില്ല. മദ്യപാനിക്ക് എവിടെയെങ്കിലും ഷാപ്പിൽ കയറാൻ അവന് വിഷമമുണ്ടോ? ഒരു വിഷമമില്ല. വ്യഭിചരിക്കാൻ പോണവന് അവന് നാണക്കേടുണ്ടോ? ഒരു നാണക്കേടും കാണിക്കാറില്ല. അവന് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ പട്ടിക്കാട്ടം കഴിക്കാനും പട്ടിയിറച്ചി കഴിക്കാനും ഈ ശവക്കറി എന്ന് ഞാൻ പറയുന്നത് ശരിക്കും അത് ശവക്കറി ആയിട്ടാണ്. അപ്പോൾ ഈ ഭക്ഷണത്തിലും നമുക്ക് ഇത്തരത്തിലുള്ളൊരു സാത്വികമായ ഭക്ഷണം അല്ലെങ്കിൽ മനുഷ്യൻ്റെ ചിന്താഗതികളൊക്കെ മറ്റു രീതിയിൽ പോകുന്നു പഴയ ആൾക്കാർ പറയുമായിരുന്നു. പക്ഷേ ഇടക്കാലത്ത് വെച്ചിട്ട് അതൊന്നും ഒരു കുഴപ്പമില്ല. നിങ്ങൾ അതിൻ്റെ പേരിൽ ചാനലിൽ ചർച്ച വരുന്നു. ഭക്ഷണത്തിന് നിങ്ങൾ എന്തിനാണ് ഇങ്ങനൊരു തടയിടുന്നത്? ബീഫ് ഒരു ഭക്ഷണമല്ലേ? ഇന്ത്യ ഒരുപാട് ഭക്ഷണം ഈ ബീഫ് കയറ്റി അയക്കുന്നതിൽ ഒരുപാട് വരുമാനം ഉണ്ടാക്കുന്നു എന്നൊക്കെയുള്ള മറുപടികളായിരുന്നു അന്ന് ചാനലുകളിൽ ഇതിൻ്റെ ആൾക്കാർ വന്ന് സംസാരിച്ചത്. അപ്പോൾ ഗുരുജി അതെങ്ങനെ കാണുന്നു? എനിക്കൊരാൾ ചെയ്യുന്ന ബിസിനസ്സിന് തടയാൻ പറ്റില്ല. തെറ്റിന് തെറ്റ്, ശരിന് ശരിയാന്ന് പറയാം. ഒരു ജീവിയെ കൊല്ലുന്നത് ശരിയല്ല. കാരണം ഈ പ്രപഞ്ചത്തിൽ നമുക്ക് കാണാവുന്നതും കാണാൻ പറ്റില്ലാത്തതുമായിട്ടുള്ള എല്ലാ ജീവിയും അവനവൻ്റെ ആത്മസുഖത്തിന് വേണ്ടി ജീവിക്കുന്നതാണ്. ഇപ്പം നിങ്ങളുടെ മകളെ, എൻ്റെ ജീവിത സുഖമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാനങ്ങ് എടുത്തുകൊണ്ട് പോയി. നിങ്ങളെന്തിനാ ചോദിക്കണേ? ഇവിടെ ഒരു നിയമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിൽ തൊടാൻ പാടില്ല, ഇതിന് നോക്കാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ. ഈ കാട്ടിലെ കോഴീനെ കൊന്നു കഴിഞ്ഞാൽ പോലീസ് ഉടനെ പിടിക്കും? ഇല്ല, പിടിക്കില്ലേ? അല്ല, കാട്ടിലെ കോഴീനെ കൊന്നു കഴിഞ്ഞാൽ പിടിക്കും. കാട്ടിലെ പോത്തിനെ കൊന്നാലോ? പിടിക്കും. അപ്പം എന്താ, നാട്ടിലെ പോത്തിന് എന്താ ജീവനില്ലേ? നമ്മൾ എന്തെങ്കിലും വെടിവെച്ചാൽ അപ്പോൾ തന്നെ അല്ലെങ്കിൽ അല്ല, ഞാൻ ഈ ചോദിച്ചതിൻ്റെ വ്യത്യാസം നിങ്ങൾ തന്നെ ചിന്തിക്കുക. എനിക്കൊന്നും പറയാനില്ല. അത് പിന്നെ നിരോധിക്കുകയല്ലേ ചെയ്യേണ്ടത്? സൽമാൻ ഖാൻ ഇങ്ങനെ കൃഷ്ണമൃഗത്തെ വെടിവെച്ചു. അദ്ദേഹം കുറച്ച് ഇപ്പോഴും ബുള്ളറ്റ് പ്രൂഫുള്ള വണ്ടിയിൽ ഇങ്ങനെ അതിൻ്റെ അനുഭവം കിട്ടണല്ലേ? വല്ല കാര്യമുണ്ടോ? ഇത് സനാതനികൾ ശരിയായ രീതിയിൽ സനാതനധർമ്മത്തെ തിരിച്ചറിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ
പോത്തിനെയും കൊല്ലാൻ പറ്റില്ല, കോഴീനെയും കൊല്ലാൻ പറ്റില്ല, എറുമ്പിനെ പോലും കൊല്ലാൻ പറ്റില്ല. അതാണ് സനാതനധർമ്മം അനുശാസിക്കുന്നത്. ഈ സനാതനധർമ്മം ഈ ചോദ്യം ചെയ്യപ്പെടുന്നതല്ല ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാരാണല്ലോ കൂടുതലും. അതിപ്പോൾ അവർ ചോദിക്കട്ടെ, ബീഫ് കഴിക്കാനായിട്ട്. അതുകൊണ്ട് ചോദിക്കണമല്ല. ഓരോ കാലഘട്ടത്തിൽ ഓരോ അവതാരങ്ങളുണ്ട്. ഇത് പിണറായി ഭഗവാന്റെ കാലഘട്ടമാണ്. പിണറായി ഭഗവാനോ? ഭഗവാൻ കാരണമല്ല, അതിന് മേളിലായിപ്പോ ആണ്. നോക്ക്, ഒരു പരമഭക്തനായിരുന്നു രാവണൻ. രാവണനെ വധിക്കാൻ വേണ്ടിയിട്ട് രാമൻ വരികയത് ഇല്ലേ? അതെ. രാമൻ വരുമെന്ന് നേരത്തെ അറിയാമായിരുന്നു, ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതിനു മുൻപ്, ഈ രാമായണത്തിന് മുൻപാണ് അഹല്യ സംഭവിച്ചത്. അതെ. അഹല്യയിൽ രാമൻ വന്ന് കാലു വയ്ക്കുന്നു അന്നേ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? അതെ. ഇതുപോലെ പിണറായി ഭഗവാൻ കേരളം ഭരിക്കുമെന്ന് നേരത്തെ തീരുമാനിച്ചിരിക്കണം. അതിൽ ഇത്രയും കഷ്ടപ്പെടുന്ന ഈ ജനങ്ങളിങ്ങനെ വില, അദ്ദേഹത്തിൻ്റെ സംഹാരത്തിനായിട്ട് ആര് വരണോ ആ സമയമാകുമ്പോൾ അവതാരം എത്തിക്കോളൂ. അത്രയും കാലം അദ്ദേഹത്തിൻ്റെ രാവണ ഭരണമായിരിക്കുള്ളൂ. അപ്പോൾ ഇതൊക്കെ അനുഭവിക്കണം ഈ ജനങ്ങൾ, അങ്ങനെയാണോ? നമ്മളിത് അനുഭവിക്കാൻ യോഗ്യരാണ്. അതെ. ഭക്തി എന്ന് പറഞ്ഞ സാധനം ഇവിടെ ഉണ്ടോ? ഇത്രയും നികൃഷ്ടരായിട്ട്, ഞാൻ അങ്ങനെ പറയണില്ല, ഇത്രയും നല്ല മലയാളി സമൂഹത്തെ ഇതിലും നല്ല ശ്രേഷ്ഠമായ ഏത് ഭരണാധികാരിയാണ് കിട്ടുന്നത്? ഇപ്പോൾ പിണറായി സർക്കാരിൽ നിന്ന്, അല്ലെങ്കിൽ പിണറായി ഭഗവാൻ എന്നെ വിളിച്ചു എന്ന് ചോദിക്കട്ടെ സംസാരിക്കാൻ, എനിക്ക് അദ്ദേഹത്തെ വളരെ ഇഷ്ടപ്പെടുള്ളൂ. കാരണം അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും നന്മയുള്ള കാര്യമാണ്. ഈ കേരളത്തിന് കൊടുക്കാവുന്നതിൽ ഏറ്റവും നല്ല പ്രവൃത്തിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടിച്ച് പഠിപ്പിക്കുകയാണ്. ഇത് പഠിപ്പിക്കുകയാണ്, പഠിക്കട്ടെ. അദ്ദേഹം വന്നില്ലായിരുന്നെങ്കിൽ ഇനിയും ഇപ്പോഴും പഠിച്ചിട്ടില്ല. ഭക്തി എന്താണെന്ന് ആളുകൾ അറിയില്ല, ആത്മീയത എന്താണെന്ന് മനസ്സിലാക്കില്ല. പഴവങ്ങാട് ഗണപതിയുടെ കാര്യം പറഞ്ഞില്ലേ, അതുപോലെ എല്ലാം കൊട്ടേഷനിൽ കൂടെ പോണത്.